പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നാളുകൾക്ക് ശേഷം പുതിയ വ്ളോഗായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടോ ആൻഡ്രോസിന്റെ പയ്യനുണ്ടോ? യൂണിക്കോൺ ഗൈസ്. എവിടുന്ന് മേടിച്ച? സ്റ്റുഡിയോ മേടിച്ചാണ് ഗൈസ്. ഇത് പണ്ട് മേടിച്ചാണ് സ്റ്റുഡിയോ. പിന്നെ ഒരു കൊല്ലായില്ലോ. ഓണത്തിന് മേടിച്ചാണ് ഗൈസ് സ്റ്റുഡിയോക്ക് പോണ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചാണ് ഗൈസ്. ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഗൈസ്. നമ്മള് പിന്നെ എന്നാ ബിസി അല്ല വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കായി. ഇപ്പൊ കണ്ട ജ്യൂസ് കണ്ട, ഈ ജ്യൂസ് എവിടുന്നാ? അർണോസ് ഫസ്റ്റ് മേടിച്ച് തന്നെ പഠിച്ച് ഫസ്റ്റ് മേടിച്ച് ക്യാഷ് പ്രൈസ് മേടിച്ചു ഗൈസ്. ജ്യൂസും ബിസ്ക്കറ്റും കിട്ടി. മാലാകെ അയനെ ഈ പ്രാവശ്യം ജ്യൂസും ബിസ്ക്കറ്റും കിട്ടിട്ട് ആൻഡ്രോസ് ചേട്ടന് കൊടുത്തില്ല ഗൈസ്. അമ്മയ്ക്കും വെള്ളം ഇറക്കിയിരിക്കാൻ അമ്മയും മോനും വെള്ളം ഇറക്കിയിരുന്നു. കുട്ടിയുടെ തുള്ളി പോലും കൊടുത്തില്ലേ. അതിന്റെ പ്രതികാരം ആർണോസിന്റെ ക്യാഷ് പ്രൈസ് കിട്ടിയപ്പോ 2 ജ്യൂസ് മേടിച്ച് ഗൈസ്. ആൻഡ്രോസിന് കൊടുക്കില്ലാന്ന് പറഞ്ഞേ. എന്നിട്ട് തന്നു ഗൈസ്. തന്നില്ലെങ്കിൽ കുടിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ആൻഡ്രോസ് ഉത്തരവാദിത്തോടെ കൊടുക്കുന്നുണ്ട്. ഇത് അമ്മയ്ക്കുള്ള ജ്യൂസാണ്. ആർണോസിന്റെ ജ്യൂസ് ആർണോസ് ഒറ്റയ്ക്ക് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിയാറായില്ലോ. 3 ദിവസമായി ഗൈസ്. മരുന്ന് പോലെയാണ് കഴിക്കാൻ ഗൈസ്. എല്ലാവർക്കും ചുമയാണ് ഗൈസ്. എനിക്ക് ചുമയാണ്. നീ കഴിക്കാൻ പാടില്ല. ഇനി കൂട്ടണോടാ കഴിച്ചിട്ട്. ഞാൻ തണവാറിട്ട് കുടിക്കാനുള്ള തണവാറിട്ട് കുടിക്കാം. 2 ദിവസം ഇതിട്ടേക്കാനാ പറ്റില്ല ചേട്ടാ, പറ്റില്ല. അത് പനിയായ കാരണം ഞാൻ തുള്ളിച്ച് കുടിക്കുന്ന. അടി കിട്ടുന്നു, അതെന്റെയാണ് എന്റെ. പറ്റില്ല ചേട്ടാ. ദിസ് ഇസ് മൈ കൺഗ്രാജുലേഷൻ. പക്ഷെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ജ്യൂസ് മേടിച്ചിട്ട്. ജ്യൂസ് മേടിച്ച് ബാക്കി കാശ് എന്ത് ചെയ്തു? 2 പള്ളിയിൽ ഇടാൻ വേണ്ടി വെച്ചു. പിന്നെ 200 ഞാൻ കാശ് കൊടുക്കാൻ. കാശ് കൊടുക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? തായ്ലൻഡിലേക്ക് ടൂർ പോകും ഗൈസ്. പപ്പയുടെ സന്തോഷം നോക്ക്. ദുബായിലാ പപ്പ തായ്ലാൻഡ്. മറ്റേ കാശ് കൊടുക്കാൻ ഫുള്ളായി കഴിഞ്ഞാൽ അമ്മ എവിടേക്ക് പോണം? അമ്മ ഗോവയ്ക്ക്. അമ്മക്ക് ചൂട് കൂടുതലായിരുന്നേ, അമ്മ ഗോവയ്ക്ക് പോവും. അവിടെ അമ്മ പിന്നെ ചൂട് കുറച്ചിട്ട് നടക്കാല്ലോ. അതിനെക്കാട്ട് നല്ല കുളുമണാലി പോണതാ. കുളുമണാലിയാ? അവിടെ ഭയങ്കര തണവാ. മറ്റേ സ്ഥലം എവിടെയാ? മറ്റേ സ്ഥലല്ലേ, മാലിദ്വീപ്. അവിടെ പോയാ മതി. അവിടെ പോവാ. ഓട്ടോ പിടിച്ചാ മതി. ഓട്ടോ പിടിച്ച് പോവാ വഴിയാളോ. എന്താ ഏട്ടത്? ടൗണിന്ന് പിടിച്ചോ? ഇവിടെ നിന്ന് ബസ്സിൽ പോവാ. ടൗണിന്ന് എന്ത് ചെയ്യും? അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞങ്ങൾ സിജോ പാപ്പന്റെ ഒരു വീഡിയോ എടുത്തിട്ടാണ്. അതില് ഒരു പോർഷൻ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോർഷൻ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് അവനെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല. യൂട്യൂബ് കൂടെയാണ് അറിയിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പറയണ്ട. ആർണോസിന്റെ മാർക്ക് കിട്ടി ഗൈസ്. ആദ്യ കോൺഫിഡൻസിലാണ് ഗൈസ് ആർണോസ് ഓണ പരീക്ഷ എഴുതി. ഫുൾ കോൺഫിഡൻസ്. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വന്നപ്പോഴും ഫുൾ കോൺഫിഡൻസ്. പരീക്ഷ പേപ്പർ കിട്ടിയപ്പോഴല്ലേ ആ കോൺഫിഡൻസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആർണോസിന് കാണിച്ചു കൊടുക്കും. പരീക്ഷ പേപ്പർ കിട്ടിയപ്പോഴുള്ള കോൺഫിഡൻസ് ചതിച്ചു. എന്റെ ഓവർ കോൺഫിഡൻസ് ചതിച്ചു ഗൈസ്. ഇതിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചു ഗൈസ്. ഇനി ഞാൻ നോക്കിക്കോ പൊളിക്കും. ഇപ്പൊ ഡീസന്റ് ആയിട്ട് പഠിച്ചു തുടങ്ങി ഗൈസ്. ഞാൻ പൊളിക്കും അല്ല
അത്ര കോൺഫിഡൻസ് ഇല്ല കേട്ടാ. കോൺഫിഡൻസ് ഒക്കെ ചോർന്ന് പോയിക്കണം. കോൺഫിഡൻസ് കയറാനാണ് തോന്നുന്നു ജ്യൂസ് കുടിക്കണം. എക്സാമിന് പേപ്പർ കിട്ടിയെന്ന് വരാൻ പറഞ്ഞില്ല, രഹസ്യമാക്കി വെച്ചോ. എന്നിട്ട് നമ്മള് ചോദിച്ചപ്പോ പറയാ പേപ്പർ കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടുമ്പോഴേക്കും കൂടെ തരുന്ന ആളാ. ഇന്ന് കുറച്ച് മാർക്ക് അവിടെ ഇവിടെ ഒക്കെ പോയി ഗൈസ്. അറിയണ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഏറ്റവും സങ്കടകരമായ കാര്യം ക്രിസ്മസ് ഡിസംബർ 24 അത്ര. പിന്നെ വേറെ വിറ്റ് അവനെ കുറ്റം പറയാൻ പറ്റില്ല. 24-ാം തീയതി പള്ളിക്ക് പോണേ. ആ അതെ. പിന്നെ ഡിസംബർ കഴിഞ്ഞിട്ട് അടുത്ത മാസം ചോദിച്ചപ്പോ ആള് ജനുവരി 2025 മാസം ചോദിച്ചാ കൊല്ലല്ല ചോദിച്ചാ. ആ ഒരു കൈ അബദ്ധം. 2024 കഴിഞ്ഞ് 2025 ഇപ്പൊ ഉണ്ടായതില് ഈ ഡിസംബർ കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു 2025 നാട്ടുകാരെ ചതിച്ചതാ. പാവന്നു ഒക്കെ കറക്റ്റ് ആയിരുന്നു. എന്റെ അനൗൺസ്മെന്റ് മാർക്ക് അങ്ങനെ ചോർന്ന് പോയി ഗൈസ്, ചോർന്ന് പോയി. അങ്ങനെ 1 മാർക്ക് 1 മാർക്ക് 2 മാർക്കൊക്കെ പോയിട്ട് മൊത്തത്തിൽ ഒരു 3 മാർക്കൊക്കെ പോയി. 3 ആ സങ്കടത്തിൽ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ഗൈസ്. യെസ്. മാത്രം പോരല്ലോ, തോൽക്കാനും പഠിക്കണ്ടേ. അടുത്ത പ്രാവശ്യം എത്ര 0 പഠിച്ചോണ്ടിരുന്നെ? 0 1 മാർക്കാ. ഞാൻ പറഞ്ഞിട്ട് 2 പരീക്ഷയിൽ തോറ്റു വരാനാണ്. തോൽവിയുടെ സുഖം അറിയണ്ടേ. ഇപ്പൊ ജയിച്ച് ജയത്തിന്റെ സുഖം മാത്രമേ അറിയുള്ളൂ. തോൽവി വരുമ്പോഴേക്കും മുഖമൊക്കെ വാടിയിട്ടില്ലേ. അയ്യോ, താമരമുട്ട് വാടിയിട്ട് പിന്നെ ജ്യൂസ് കൊടുത്തപ്പോഴാണ് ചക്കരന്ന് ഉണർന്നത്. പിന്നെ നമ്മള് ഡോണറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല അല്ലേ? ഡോണറ്റ് മേടിച്ചു ഗൈസ്. ഡോണറ്റ് പിന്നെ ന്യൂട്ടല, ഡോണറ്റ് ന്യൂട്രല, ബൂമർ മേടിച്ചു. പറയണ്ട. റിഫ്രഷർ അതാരാ മേടിച്ച? എന്ത് റിഫ്രഷർ? എനിക്കറിയില്ല. അതൊരു ചേച്ചി മേടിച്ചിട്ട് ആ ചേച്ചി ചേട്ടന്റെ ബർത്ത്ഡേക്ക് കിട്ടിന്ന് പറഞ്ഞപ്പോ തുണ്ട് ഞങ്ങൾക്കും തന്നു. വെരി നൈസ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.